പോയി നോക്കിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. മുകളിൽ കാണുന്ന മെട്രോ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. മോർണിംഗ് 7 AM to 11 PM. ഓ 7 AM. ഓ നൈസ്. ഇവിടെ രാവിലെ 7 മണി മുതൽ 11 മണി വരെ മെട്രോ സ്റ്റേഷൻസ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ബുക്ക് ഫെയർ ഭയങ്കര ശാന്തമായി കിടക്കുകയാണ്. നോക്കട്ടെ. ഓക്കെ, എല്ലാം ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ഇന്ന് രാവിലെ തന്നെ പാളിപ്പോയിട്ടോ. രാവിലെ തന്നെ പാളിപ്പോയി. 12 മണി മുതൽ ഉച്ച കഴിഞ്ഞിട്ടാ പോലും ഇവിടെ. അപ്പോൾ എന്താ ചെയ്യുക, വേറെ വഴിയില്ല. നടക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുക, അത്ര തന്നെ. പന്ത്രണ്ട് മണി മുതലേ ഉള്ളൂ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് പ്ലാന് മേ ബി മെട്രോ കയറിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. മെട്രോയിൽ എന്താ പരിപാടി എന്നൊക്കെ അറിയാലോ. മെട്രോ സ്റ്റേഷനിൽ വരാൻ വേണ്ടിയിരുന്ന, പക്ഷേ ക്ലോസ്ഡ് ആണ്. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന പുള്ളി പറഞ്ഞത്, പക്ഷേ സമയം 10 മണിയായി ക്ലോസ്ഡായി. ഈ മെട്രോ संडे ऑफ है, संडे नहीं है, संडे बंद रहता है. लेकिन बुक फेयर के वजह से 1 बजे ओपन है. ओके 12 at 12 1 ഓക്കെ 1 PM ഓപ്പൺ. ഓക്കെ, പറയുന്നത് വെച്ചാൽ സൺഡേ മെട്രോ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു. സൺഡേ മെട്രോ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ബുക്ക് ഫെയർ നടക്കുന്നതുകൊണ്ട് 1 മണി മുതൽ മെട്രോ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പുറകിരുന്ന പോലീസുകാരൻ എന്നെ ഞെട്ടിച്ചു. എന്നാ ചെയ്യുക, ഇനി ഒരു ചായ കുടിക്കണം. ചായ കുടിക്കാൻ നല്ലൊരു കട ഞാൻ ഇവിടെ കൽക്കട്ട കിട്ടിയില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഈ ഹോട്ടലുകൾ കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നവരെല്ലാം സ്ട്രീറ്റാണ്. പക്ഷേ നല്ല ഫുഡൊന്നും ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. ഇനി തപ്പിക്കൊണ്ടിരിക്കുക. പിന്നെ തട്ടുകടയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളത്. ഇപ്പോൾ അവിടെ ഒരു കട കാണുന്നുണ്ട്. ഈ റോഡിൻ്റെ അപ്പുറം ഒരു കടയുണ്ട്, പക്ഷേ അവിടെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഫുള്ള് ഗ്രില്ല് വെച്ച് അടച്ചേക്കുക. അപ്പുറം ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ സഭയൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ തപ്പാണ്. അവിടെ കുറച്ച് ഷോപ്സ് കാണുന്നുണ്ട്, ഞാൻ നോക്കട്ടെ. എനിവേ വിശക്കാൻ തുടങ്ങി, 10 മണിയായില്ലേ. ഇതിവിടുത്തെ ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. ഓ, ഇവിടെ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് പോലെ അവർ സ്വന്തമായിട്ട് നിർമ്മിച്ചു തോന്നുന്നു. ഇവിടെ ഒരു ചങ്ങായി പുസ്തകമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. അധികമായി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നില്ല തോന്നുന്നു. ഇവിടെ കരിമ്പ് ജ്യൂസ് ഉണ്ട്, പാനിപ്പൂരി ഉണ്ട്, പിന്നെ അങ്ങനെ സാധനങ്ങൾ ഓരോന്നായിട്ട് വരുന്നു. അവിടെ നിന്ന് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നുണ്ട്. ഞാൻ ഇത് വീഡിയോ ഇല്ല എടുക്കുള്ളൂ, ഞാൻ ഇതൊന്നും കഴിക്കില്ലല്ലോ ഗൈസ്. ഇവിടെ ഒരു ചായക്കടയുണ്ട്, ഞാൻ നോക്കട്ടെ, കയറി നോക്കട്ടെ എന്താ അവസ്ഥ എന്നറിയില്ല. ഓരോ സാധനങ്ങളൊന്നുമില്ല, കടികളൊന്നുമില്ല. എല്ലാവരും പടം തിന്നോണ്ടിരിക്കുക രാവിലെ. ഈ ഓണടിയാണ് സഹിക്കാൻ പറ്റാത്തത്. എന്തിനാണോ അത് 3 ഓട്ടോ ഉണ്ട്, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓണടിക്കുന്നു. പോലീസുകാരനും അതിലും കണക്ക്. നമ്മൾ നേരത്തെ എൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ വേറൊരു സൈഡാണിത്. എനിവേ ഇവിടെ കുറച്ച് ഫുഡ് മാർട്ടുകളുണ്ട്, ഫുഡ് കോർട്ടുകളുണ്ട്. നമുക്ക് നല്ലൊരു ഫുഡ് കോർട്ട് കിട്ടുമെന്നൊക്കെ. ഇതെല്ലാം ഷോപ്പുകൾ വരുന്നുണ്ട്.
ഒരു ചായ കുടിക്കാം അല്ലേ? അയ്യോ, ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് ചായ കുടിക്കാൻ തോന്നുന്നില്ല. ഓ, അങ്ങോട്ടൊക്കെ ഇഷ്ടംപടി ഷോപ്പുകൾ വരുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനത്തെ ഈ ടൈപ്പാണ്. പക്ഷേ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതാണ് അവസ്ഥ. ഷോപ്പ്, പൂരി, ചപ്പാത്തി, പൊറോട്ട എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഷോപ്പ് വരുന്നുണ്ട്. ഇവിടെ എന്താ രാവിലെ ഉപ്പുമാവ് അല്ല കപ്പ ഒഴുക്ക്, രാവിലെ ചേച്ചി കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുക. ഞാൻ എവിടെ നിൽക്കുന്നില്ല. അവർ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഒന്നുകിൽ തല്ലുമില്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ മറ്റേ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം ഉണ്ടോ. എന്തായാലും റോഡ് സൈഡിൻ്റെ അപ്പുറം തന്നെ ഞാൻ പോവാം. ഇവിടെ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ ചേട്ടൻ കരിമ്പൻ ജ്യൂസ് അടിക്കുന്നുണ്ട്. ഒരു കിട്ടിലും സാധനം, ഒരു രക്ഷയില്ല പറയാൻ. നോക്ക്, കുറച്ചൊക്കെ പൊടി പിടിച്ചെങ്കിലും സാധനം ഗംഭീരമാണ്. വർക്ക് ഓക്കെ. ഇതിൻ്റെ ഒന്നിൻ്റെ തല പോയി തോന്നുന്നു, കാല് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ മെയിൻ സാധനം ഓപ്പോസിറ്റ് കിടക്കുന്നതുണ്ടോ ഓട്ടോ. ഇതിങ്ങനെ ഓട്ടോ ലൈൻ അങ്ങോട്ട് പോകും. ഇതിങ്ങനെ നമ്മുടെ സൈക്കിളിൻ്റെ ലൈൻ അങ്ങോട്ട് പോകും. നല്ല ഫ്രെയിമാല്ലേ. आपको इंग्लिश में क्या शब्द है? इंग्लिश ओके, नहीं आता इंग्लिश. नो टी, नो टी. अपन रेडी नहीं. ഓക്കെ ഓക്കെ ഫൈൻ, താങ്ക് യു. പുള്ളി എന്തോ പറഞ്ഞിട്ടുണ്ട്, ടീയില്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ ഇവിടെ ബസ് സ്റ്റാൻഡാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ ചുറ്റും സാധനമുണ്ട്. ഇവിടെ ബസ് സ്റ്റാൻഡിലെ കാഴ്ചയായിട്ട് നിങ്ങൾ കാണുന്നത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് വൃക്ഷങ്ങളും കൊണ്ടൊക്കെ ഒരു വെറൈറ്റി സംഭവമാണ്. ഇവിടെ ഇങ്ങനെ ഇരിപ്പാട് ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. പുറത്തായിട്ട് ഓട്ടോ സ്റ്റാൻഡും ഉണ്ട്. ഓട്ടോ സ്റ്റാൻഡിൽ ചേട്ടൻ ഇങ്ങനെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുക. ചേട്ടനൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഹിന്ദി അറിയാത്തതിൻ്റെ മെയിൻ പ്രശ്നം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഗായ്സ്, അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പം ലൈക്ക് ഞാൻ വിചാരിച്ച ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷ് അറിഞ്ഞാൽ നമുക്ക് ഏത് ലോകത്ത് എവിടെ പോയാലും ജീവിക്കാൻ പറ്റുന്നതായിരിക്കും. അതെല്ലാം തെറ്റിദ്ധാരണയാണ്. ഹിന്ദി വേണം ഗായ്സ്, ഹിന്ദി വേണം. ഹിന്ദി ഇല്ലാതെ ഒരു പരിപാടിയും നടക്കില്ല. പിന്നെ എന്താ തന്നെ, അയ്യോ, കാരണം ഇവിടെയുള്ള ലോക്കൽസിനെല്ലാം ഹിന്ദി അറിയാം, ബംഗാളി അറിയാം, ബട്ട് ഇംഗ്ലീഷ് അറിയില്ല. ഞാനിപ്പം മിസോറാമിൽ പോയപ്പോഴും അവിടുത്തെ പ്രശ്നവും ഇത് തന്നെയാണ്. നമ്മൾ ലോക്കൽസിൻ്റെ അടുത്ത് പോകുമ്പം അവിടെ അവരുടെ ലാംഗ്വേജ് അറിയാം, പക്ഷേ ഇംഗ്ലീഷ് അവർക്ക് പാടാണ്. അപ്പം ഇംഗ്ലീഷും കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വലിയ വലിയ അക്കാഡമിക്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമുക്ക് ഓഫീസുകളിലോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പറ്റും. പക്ഷേ ലോക്കൽസിൻ്റെ അടുത്ത് ഇംഗ്ലീഷ് ഒരു കാര്യമില്ല. മുംബൈയിലാണേലും കൊൽക്കട്ടയിലാണേലും ഡൽഹിയിലാണേലും ഹിന്ദി തന്നെ വേണം. സൗത്ത് ഇന്ത്യ ഒഴികെ കേട്ടോ. സൗത്ത് ഇന്ത്യയിൽ ഹിന്ദി. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, സോളോ ട്രിപ്പ് എന്ന പോലെ ആണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ടൂർ വന്നാണേലും ഞാനിപ്പോൾ ഒരു സോളോ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോളോ ട്രിപ്പ്. ഈ ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഡു യു ഹാവ് ടീ ചായ? ചായ 1 टी 1 टी 1 cup 5 rupiah 10 rupiah. Oh, like that. Okay. Like 10 rupees. 10 10. 1 2 3 4 4 5 2 5. No. 10 rupees one. Big one. Better one. Okay. ഞാനിങ്ങനെ നോക്കുകയാണ് ഇവിടെ വേറെ എന്തൊക്കെയുണ്ടെന്ന്. സ്നാക്സൊക്കെ, ബിസ്ക്കറ്റ്, കേക്ക്. ഈ കേക്ക് ഞാൻ അവിടെയും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഐറ്റം സാധനം, പിന്നെ ലഡു. എന്താ മേടിക്കേണ്ടതെന്ന് കുറച്ച് ഷുഗർ ഐറ്റംസാണ്. ഞാൻ ഷുഗർ ഐറ്റംസാണ് കൂടുതൽ ഇവിടെ വന്നിട്ട് കഴിക്കുന്നത്. കുറയ്ക്കണം. ഒരു ലഡു എടുത്താലോ? ഫൺ. ഹൗ മച്ച് ഫോർ കേക്ക്? 5 rupiah. 5 रुपया एक वन. Yeah.
കേക്ക് വണ്ണെന്ന് ഞാൻ പറയുന്നുണ്ട്. കേക്ക് വണ്ണല്ല, കേക്ക് മണ്ണ് വന്നു തന്നെയാണ്. അയ്യോ ധന്യവാദ്. കേക്കാണ്. താഴെ പ്ലാസ്റ്റിക് അല്ലേ, ഞാൻ കണ്ടില്ല. അതിൽ ഓൾറെഡി അതിനകത്ത് പ്ലാസ്റ്റിക് ഉണ്ട്, ഞാൻ കണ്ടില്ല. ഐ ഡോണ്ട് സീ ദാറ്റ് പ്ലാസ്റ്റിക്. അതിനകത്ത് പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. Kana, okay. Is there any kana? Kana. What is there? खाना सब्जी का 40 रुपया. Sabji. सब्जी चावल 40 रुपया. Veg. Veg? 1 million veg plate 40 টাকা. I don't understand. 40. What is that? Rice? Rice. Rice, okay. Chicken 90 रुपया. 90. चिकन चावल 90 रुपया. 90. No. Tea is enough. Tea. Chaya is enough. അവരെന്തൊക്കെയോ പറയുന്നു, ഞാനെന്തൊക്കെയോ പറയുന്നു. മോയിമിത്ത് സപ്ലോ എന്ന് പറയുന്ന പോലെ പഞ്ഞി പോലെ ഇരിക്കുന്ന റിസ്ക്. പഞ്ഞിയല്ല, അയ്യോ സോഫ്റ്റ്നെസ് അല്ല, നമ്മൾ കടിച്ചപ്പോൾ മൊത്തം എയറാ, അതിൻ്റെ മൊത്തം എയറാ. നമ്മുടെ ജെയ്സ് പാക്കറ്റുകാരുടെ വകയുടെ ആരോഗ്യം കൊണ്ടാണ് റിസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ചേച്ചി എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. മിൽക്ക്. ആ ഓക്കെ ഓക്കെ, മേക്കിംഗ് ടീ. ഓക്കെ ഓക്കെ ഓക്കെ, നൈസ്. ചേച്ചി ചായ ഉണ്ടാക്കാനുള്ള പാലാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഇവിടുത്തെ 10 രൂപയുടെ ചായ. പക്ഷേ മോനെ സെറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ ക്യാമറയിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലായിരിക്കും, പക്ഷെ എന്നാ രസമാണെന്നറിയോ ഈ ഒരു സ്ഥലം കാണാൻ. ആകെ ഇത്ര ഏരിയ ഉള്ളൂ, ബാക്കി അങ്ങോട്ട് ടൗണും കാര്യങ്ങളും. ആ ടൗണിന്റെ ഓണം അടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മോനെ അവിടെ കുറച്ച് ആൾക്കാരവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഓട്ടോ ഉണ്ട്, ഒരു അപ്പൂപ്പനും ഉണ്ട്. ഇങ്ങനെ ഇംഗ്ലീഷ് বাংলায় বললে আমরা বুঝতে পারবো। ओनली बंगाल? আর নাহলে হিন্দিতে বলো। हिंदी नहीं है। তোমার বাড়ি কোথায়? Like I need to know about the visuals to capture. কিন্তু বুঝলাম, যদি তুমি বাংলা না বললে তো হিন্দি না বললে তো আমরা বুঝতে পারবো না। বাংলা হিন্দি দুটো বুঝতে পারবো। Okay. Actually I don't know Bengal and Hindi also. No Hindi, no Bengal. Okay fine. It's okay. Thank you. Yeah. তোমার নাম? আমার নাম প্রভাস বালা, ডাক নাম কালুদা। ওকে। বুঝলে, প্রভাস বালা, হ্যাঁ, ডাক নাম কালুদা। ওকে। It's a stand. Okay. Garage. Okay. I will come like with my Bengal friends. Okay, I will come again. Thank you. Yes, thank you. ഇവിടെ എന്നാലും നല്ല ഫ്രെയിം ആട്ടോ സാധനം. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ചങ്ങായിമാരുടെ ഫോട്ടോ എടുത്ത് എന്നിട്ട് അവരെന്നെ വിളിച്ചിട്ട് 5 രൂപ വെച്ച് കൊടുക്കണമെന്ന്. എനിക്ക് ഭാഷ മനസ്സിലായില്ല, ഭാഷ മനസ്സിലായി വെച്ച് ചെയ്താൽ, പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അത് കാണിച്ചു തരായിരുന്നു. അത് വിട്ടുപോയി. അവർ 5 രൂപ വെച്ച് തരാൻ പറഞ്ഞു. പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ, ഞാൻ സ്റ്റുഡൻസ് ആണ്, നമുക്ക് ഇതിനെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റില്ല. ഞാൻ പോക്കറ്റ് പേഴ്സ് എടുത്ത് കാണിച്ചു കൊടുത്ത് അതിനകത്താണെങ്കിൽ 1 രൂപ പോലും ഇല്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിതം. പാങ്ങളാ, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു സ്റ്റുഡൻ്റാന്നൊക്കെ പറഞ്ഞപ്പം പറഞ്ഞു ഓക്കെ എന്നുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു സംഭവമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്.
ലുക്ക്, ഇവരുടെ ഒരു ചെറിയൊരു അമ്പലം തന്നെ ഇവിടെ തീർത്തിട്ടുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ. അപ്പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വേറൊരു ശില്പം കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ ഒരു വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളൊരു ശില്പമാണ് ഇവിടെ കാണാൻ പറ്റും. ഇതിവിടെ ഒരു ദൈവമാണെന്ന് തോന്നുന്നു. ഏതെങ്കിലും പ്രത്യേക ഫെസ്റ്റിവലിൻ്റെ ടൈമിലായിരിക്കും ചിലപ്പം ഈ ഒരു പൂജകളൊക്കെ നടക്കുമോയെന്ന് അറിയില്ല, അതോ സ്ഥിരം വന്ന് പൂജിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് കണ്ടിട്ട് തിരി അടുത്തൊന്നും കത്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ വൈകിട്ട് ദിവസത്തിലെ വൈകിട്ടുകളിലൊക്കെ കത്തിക്കാറുള്ളൊരു സംവിധാനമാണെന്ന് തോന്നുന്നു. എനിവേ ഞാൻ മുന്നോട്ട് പോവാണ്. ഇവിടെ ആരും ഇല്ല, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കായിരുന്നു. ഇവിടെ ഒരു ഗ്യാരേജ് പോലെ എന്തോ ഇവിടെ ഒരു ചെരുപ്പ് തുന്നുന്നൊരു ഷോപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു ബൈക്ക്. ഓ, എന്നെ രസമല്ലേ ഓപ്പൺ എയർ ഇരുന്നിട്ട് ഇങ്ങനെ മുടിയൊക്കെ വെട്ട്. ഇതൊക്കെയാ വൈബ്.